പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരത്തിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശ്രീമദ് ഭാഗവത അമൃത വിചാര പരമ്പരയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം കൃഷ്ണനും രുക്മിണിയും തമ്മിലുണ്ടായ ഒരു സംവാദം, അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവും, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പരമേശ്വരൻ സദാ വായിച്ചു കൊണ്ടിരുന്നു എന്നും അത് താക്കോൽ പഴുതിൽ കൂടെ നോക്കിയപ്പോൾ പൂന്താനം കണ്ടെത്തി എന്നും അടയാളം അതിൽ തന്നെ ആ അധ്യായത്തിൽ തന്നെ വെക്കുന്നതായിട്ട് കണ്ടു. ഭക്തി പൂന്താനത്തിനാണ് എന്നുള്ള പാർവതിയുടെ കമൻ്റ് പൂന്താനത്തിനെ ആഹ്ലാദത്തിൽ ആറാടിച്ചു എന്നുമാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഭാര്യാഭർത്തൃബന്ധം നന്നാവാനും ഡൈവേഴ്സുകൾ കുറയ്ക്കാനും ഒക്കെ ഈ കർക്കിജിത്ത് അധ്യായം എന്നാണ് ഇതിന് പറയുക. കർക്കിജിത്ത് എന്നുള്ള വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അതിന് കർക്കിജിത്ത് അധ്യായം വളരെ നല്ലതാണ്. ദാമ്പത്യ കെട്ടുറപ്പിന്, കുടുംബ ബന്ധങ്ങൾക്ക്, നല്ല വിവാഹ ബന്ധങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് എന്ന് പറഞ്ഞു വരുന്നു. ഡൈവേഴ്സ് ഒരു ആദ്യ സ്റ്റെപ്പല്ല, അവസാന സ്റ്റെപ്പാണ്. ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ദമ്പതികൾ ആ വഴി അവലംബിക്കാവൂ. അപ്പോൾ അതുവരെയുള്ള ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീരാനും കൂടി കർക്കിജിത്ത് അധ്യായം വായിക്കുന്നത് നല്ലതാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. അങ്ങനെ എല്ലാ പത്നിമാരോടും കൂടിയിട്ടൊക്കെ ഭഗവാൻ കഴിച്ചു കൂട്ടി. പക്ഷെ അവരുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാൻ അടിമപ്പെട്ടിട്ടല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രുക്മിണിയുടെ പുത്രിയായിരിക്കുന്ന രോചനെ ഭഗവാന്റെ പൗത്രനായിരിക്കുന്ന അനിരുദ്ധൻ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞു. ഇവിടെ രാജാവ് ചോദിക്കേണ്ട പരീക്ഷിത കഥൻ രുക്മി അരിപുത്രായ, രുക്മിണിയുടെ ശത്രു അല്ലേ കൃഷ്ണൻ? അരി എന്ന് പറഞ്ഞാൽ ശത്രു ആണല്ലോ. രുക്മിണിയെ വിവാഹം കഴിച്ചതിൽ വലിയ ദേഷ്യത്തിലാണ് രുക്മി. കഞ്ചം കിട്ടിയ കൃഷ്ണൻ്റെ കഥ അടക്കം കഴിക്കണം. ഹന്തും രന്ധ്രം പ്രതീക്ഷതേ, കൊല്ലാനുള്ള പഴുത് നോക്കി നിൽക്കുകയാണ്. നരേന്ദ്രം പഴുത്. പിന്നെ എങ്ങനെയാ? കൃഷ്ണൻ്റെ പൗത്രനാണ് അനിരുദ്ധൻ. പ്രദ്യുമ്നൻ പുത്രൻ, അനിരുദ്ധൻ പുത്രൻ്റെ പുത്രൻ. വിവാഹം കഴിച്ചു കൊടുത്തത് പരീക്ഷിത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംശയം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, രുക്മിണിയോട് വിരോധമൊന്നുമില്ല. കൃഷ്ണൻ്റെ ഭാര്യയായത് എപ്പോഴല്ലേ? തൻ്റെ സഹോദരി പൂർവ്വമായിട്ട് തന്നെ സഹോദരിയാണ്. ആ ഒരു സ്നേഹം രുക്മിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കൃഷ്ണൻ ഭർത്താവായിട്ടും തൻ്റെ അനിയത്തിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണപുത്രനോട് ദേഷ്യമില്ല. കൃഷ്ണൻ്റെ പുത്രനോടും ദേഷ്യമൊന്നുമില്ല, കൃഷ്ണനോടാണ് ദേഷ്യം. അതുകൊണ്ട് തൻ്റെ ആ ബന്ധം, രുക്മിണി ആയിട്ടുള്ള അനിയത്തീ ബന്ധം നിലനിർത്തുന്നതിൽ രുക്മിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞിട്ടാണ് കൃഷ്ണൻ്റെ പൗത്രനായ അനിരുദ്ധന് രോചനയെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്നുള്ളത്. അതിൽ ഈ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയപ്പോൾ ഒരു ചൂതുകളി ഉണ്ടായി. അതിൽ ബലരാമനും രുക്മിയെ എതിർവശത്ത് ആയിട്ടാണ് ഉണ്ടായത്. സത്യത്തിൽ ബലരാമൻ ജയിച്ചു. രാവനോട് ഇപ്പോൾ ആർക്കെങ്കിലും രാവനെ തോൽപ്പിക്കാൻ പറ്റുമോ? എല്ലാറ്റിലും ഈശ്വരാംശങ്ങളിൽ തന്നെയല്ലേ മുന്നിൽ നിൽക്കുക. പക്ഷെ രുക്മിണിയുടെ സഹോദരൻ രുക്മി കളിച്ചപ്പോൾ നുണ പറഞ്ഞു. ഞാനാ ജയിച്ചത്, രാമൻ നുണയാ പറയണത്. 3 പ്രാവശ്യം കളിച്ചു. എന്നാൽ ഒന്നും കൂടി നോക്കുക. അപ്പോൾ ആരാ ജയിക്കുക നോക്കാം. അപ്പോഴും രാമൻ എന്നെ ജയിച്ചത്. അങ്ങനെ 3 പ്രാവശ്യം ജയിച്ചിട്ടും കളിച്ചിട്ടും രാമൻ ജയിച്ചു. രുക്മി കളവും പറഞ്ഞു. പിന്നെ ബലരാമൻ ആലോചിച്ചില്ല. ഈ ഇരുമ്പോലൊക്കെ ഉണ്ട് കയ്യിൽ. ഹലം കൊടുത്തു തലയ്ക്കൊരൊറ്റ. ഹലെന്ന് പറഞ്ഞാൽ കലപ്പയാണ് കേട്ടോ, കലപ്പ. തലയ്ക്കൊരൊറ്റ അടി. രുക്മിയുടെ കഥയും കഴിഞ്ഞു. അന്ന് വിവാഹത്തിന് തുടങ്ങിയതാണ്.
എൻ്റെ അഹങ്കാരത്തിന് ഒരു വിരാമടണമെന്ന് ഇപ്പോഴേ തരായുള്ളൂ. ഒരു മേട് ബാധിച്ചപ്പോൾ ഭഗവാൻ ഇവിടെ പറയണ ഒന്നും പറഞ്ഞില്ല. അതെന്താ അത്? രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാധരി. ലൗകികത്തിലുള്ള ചില ചിത്രങ്ങൾ ഇവിടെ കാണിച്ചു. ചിലപ്പോൾ ഭാര്യ ഒന്ന് പറയും, അമ്മ വിപരീതം പറയും. അമ്മയുടെ ഭാഗം പറഞ്ഞാൽ ഭാര്യയ്ക്ക് അലോക്യം, ഭാര്യയുടെ ഭാഗം പറഞ്ഞാൽ അമ്മയ്ക്ക് അലോക്യം. അപ്പോൾ ചില പുരുഷന്മാരൊക്കെ വളരെ ഔചിത്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയോ? ഉമ്മർത്തിരുന്നിട്ടും മിണ്ടാതെ പേപ്പർ വായിക്കും. അതിലിടപെടില്ല. ഒരാളുടെ ഭാഗം പറഞ്ഞിട്ട് അമ്മയെ അലോകിയാക്കില്ല, അമ്മയുടെ ഭാഗം പറഞ്ഞിട്ട് തൻ്റെ പത്നിയെ അലോകിയാക്കാൻ പറ്റുമോ? ഈ എന്തോ ഏതോ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് ഒരുവിധം ഇരിപ്പുള്ള പുരുഷന്മാർ ചെയ്യുക, ഒരു ഭാഗവും പറയാതെ മൗനം പാലിക്കലാണ്. അതന്നെ ഇവിടെ ചെയ്തു. ഇവിടെ ഭാര്യയമ്മയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏട്ടൻ ബലരാമൻ കൊന്നത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഏട്ടൻ പണങ്ങില്ലേ? നന്നായി എന്ന് പറഞ്ഞാൽ ആരാ പണങ്ങുക? അകത്തുള്ള ആളും പണങ്ങും. രുക്മിണിയുടെ ഏട്ടനെ കൊന്നത് നന്നായി എന്ന് പറയാൻ നിർത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ പറഞ്ഞു, നിഹതേ രുക്മിണി ശാലേ, ശാലനായിരിക്കുന്ന രുക്മിണിയുടെ സഹോദരനെ വധിച്ചപ്പോൾ ന ബ്രവീ സാധു അസാധു വ, നന്നായി എന്നോ നന്നായില്ല എന്നോ പറഞ്ഞില്ല. സ്നേഹഭംഗഭയാധരി, സ്നേഹത്തിന് ഭംഗം വന്നാലോ? ഏട്ടൻ്റെ പ്രീതി നേടിയ അകത്തുള്ള ആളുടെ അപ്രീതി നേടണം. അകത്തുള്ള ആളുടെ പ്രീതിക്ക് വേണ്ടി കൊന്നത് നന്നായില്ല ഏട്ടനെന്ന് പറഞ്ഞാലോ ഏട്ടൻ പിണങ്ങും. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരുന്നു. ആ അനിരുദ്ധൻ ഭഗവാന്റെ പൗത്രൻ ഓചന എന്ന് പറഞ്ഞിട്ടൊരു പത്നിക്ക് പുറമേ വേറൊരു പത്നിയും കൂടി ഉണ്ട് കേട്ടോ. അതാരാണ്? ഊഷ. നമ്മൾ ഉഷ ഉഷ എന്ന് പറയും, ശരിക്കും ഊഷയാണ് വാക്ക് എന്നാണ്. ഒരു ദീർഘമുണ്ട് ഊഷ. ഇവിടെയൊക്കെ ഊഷോ വാച്ച എന്ന് പറഞ്ഞു. ഊഷ എന്ന് ദീർഘമുണ്ട്. ഉഷ ആരാണെന്ന് ചോദിച്ചാൽ ബാണൻ്റെ മകളാണ്. അവൾക്ക് ഒരു സഖിയുണ്ട്, ചിത്രലേഖ എന്നാണ് പേര്. ചിത്രം വരയ്ക്കുള്ളിൽ നിപുണയാണ്. ആരുടെ ചിത്രം വേണമെങ്കിലും അയാളെ ഒന്നാണ് കണ്ടാൽ മതി, വരയ്ക്കുന്നതാണ്. ഒരു ദിവസം ബാണപുത്രിയായിട്ടുള്ള ഊഷ രാവിലെ എഴുന്നിട്ട് വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. ചിത്രലേഖ തോഴിയാണ് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ കരയണ നേരം പ്രഭാതമായപ്പോൾ? അതോ, ഞാനൊരു സ്വപ്നം കണ്ടു, ഒരാളുമായിട്ട് ഞാൻ വിവാഹം കഴിച്ചു, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കണതും രമിക്കണതൊക്കെ കണ്ടു. അതിനെന്തിനാ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സ്വപ്നം ഇപ്പം നമ്മൾ എന്തൊക്കെ കാണും? അങ്ങനെയില്ല, എനിക്കിനി അയാളെ തന്നെ വേണം എൻ്റെ ജീവിതത്തിൽ. സ്വപ്നത്തിലൊരാളെ കണ്ടാൽ പിന്നെ അയാൾ ആരാണോ എന്താണോ അറിയോ? അയാളെ തന്നെ കിട്ടണമെന്ന് ചെറിയ കുട്ടികളെ പോലെ വാശി പിടിച്ച് അതൊക്കെ കണ്ട പാടെ വിട്ടേക്കെന്നൊക്കെ ആദ്യം പറഞ്ഞു നോക്കി. എന്നാൽ ഞാൻ വിവാഹം കഴിക്കില്ല ഈ ജന്മത്തിൽ, അങ്ങനെ ഇരുന്നോട്ടെ, എനിക്ക് അയാളെ അല്ലാണ്ട് ഇനി ഒരാളെ പറ്റില്ല എന്നായി ഊഷ. ഇപ്പം ചിത്രലേഖ പറഞ്ഞു, നിനക്ക് പോലീസുകാരുടെ ചോദ്യമാണ് അടുത്തത്, കണ്ടാ അറിയോ? ആളെ കണ്ടാ അറിയോ? പിന്നെ കണ്ടാ അറിയുമെന്നോ? ഞാൻ അയാളുമായിട്ട് വളരെ നേരം സല്ലപിച്ചിരുന്നു, രസിച്ചു രമിച്ചു ഒക്കെ ചെയ്തു, പിന്നെ കണ്ടറിയാണ്ടിരിക്കില്ല. ഞാൻ കുറേ ആളുടെ ചിത്രമൊക്കെ വരയ്ക്കാം, അതിലാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അയാളെ കിട്ടാനുള്ള വഴി നോക്കാം. ആളാരാന്ന് അറിയണ്ടേ? അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. വസുദേവരുടെ വംശം വരയ്ക്കുക, പല വംശങ്ങൾ, പല ആൾക്കാരുടെ, പല രാജവംശത്തിൽപ്പെട്ട തലപ്പത്തുള്ളവരുടെ മുതൽക്ക് ഇതുവരേക്കുള്ള ചിത്രം വരച്ച് വരച്ച് യദുവംശത്തിൻ്റെ അവിടേക്ക് അതാ എത്തി. വസുദേവരുടെ കൃഷ്ണൻ്റെ ആയപ്പിളയ്ക്കും സന്തോഷം ഇങ്ങനെ കൂടുകയാണ് ഉഷയ്ക്ക്. ഇതാണോ എന്നാൽ അതല്ല, അതാണോ ചോദിച്ചാൽ സാമ്യവും കാണണ്ട. പക്ഷെ എന്നാൽ അതല്ലേ ഇനി എന്നാൽ മകൻ്റെ തന്നെയാവും. പ്രദ്യുമ്നൻ്റെ വരച്ചു, മുക്കാലുമായി അനിരുദ്ധ വരച്ചു. ഇതന്നെയാണ്. ഇത് തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ട പുരുഷൻ, എനിക്ക് ഉറപ്പുണ്ട് ഇത് അനിരുദ്ധനാണ്. ആളെ കിട്ടി. ഇനി അടുത്തത് എന്താണ്? എങ്ങനെയെങ്കിലും അയാളെ സ്വന്തമാക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യും പക്ഷേ നീ ലേശം ക്ഷമിക്കുക, ഞാൻ ദ്വാരകയിൽ പോയിട്ട് എന്തെങ്കിലും ഗൂഢവിദ്യകൾ വശമുണ്ട് അത്രേ ഈ ചിത്രലേഖയ്ക്ക്, അതൊക്കെ പ്രയോഗിച്ച് ചിത്രലേഖയെ ഇവർക്ക് കാണില്ല ദ്വാരകാവാസികൾക്ക്. ദ്വാരകാവാസികളെ ചിത്രലേഖയ്ക്ക് കാണാം. ഇന്നലെ പറഞ്ഞു അങ്ങനെ സന്ദർഭവശാൽ ഏതോ ഒരു കഥയിലല്ലേ ആ ഒരു മന്ത്രം, ആ ഒരു സിദ്ധിയുള്ള ചിത്രലേഖയ്ക്ക്. അങ്ങനെ അനിരുദ്ധനെ എടുത്തു കൊടുന്നു.
ഉഷയുടെ അടുത്തേക്ക് കൊടുത്തു. ഇതാ നിൻ്റെ മണവാളൻ. ഉഷയ്ക്കുണ്ടായൊരു സന്തോഷം. രമിച്ച് തല്ലപിച്ച് ചൂത് കളിച്ച് വിനോദപ്പെട്ട് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് സുഖമായിട്ട് അന്തഃപുരത്തിൽ ഇങ്ങനെ കൂടുമ്പോഴേക്കും ബാണൻ ആ ഭൃത്യന്മാർ പറഞ്ഞു, രാജൻ, അങ്ങയുടെ പുത്രിയുടെ അന്തഃപുരത്തിൽ ഒരു പുരുഷൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ശബ്ദം കേൾക്കണു, ചിരിക്കണു. സ്ത്രീകളുടെ വർത്താനം കേട്ടാൽ വേറെ അറിയാം, പുരുഷന്മാരുടെ വർത്താനം കേട്ടാൽ അറിയാം. ശബ്ദം കൊണ്ട് തിരിച്ചറിയാവുന്നതാണ് ഈ സ്ത്രീ പുരുഷനെയും. ശബ്ദം കൊണ്ടേ അറിയുള്ളൂ, വേറെ ഒന്നും കൊണ്ടും അറിയില്ല. ഒരു സ്ത്രീ തന്നെ മറയ്ക്കണം എന്നുണ്ടെങ്കിൽ ശബ്ദം പഠിപ്പിച്ചാൽ മറയ്ക്കാൻ പറ്റില്ല. അയ്യോ ഇത് ആണല്ല എന്ന് പറയാൻ പറ്റും. അപ്പം ബാണൻ വന്ന് നോക്കിയപ്പോൾ അതാ അനിരുദ്ധനെ കണ്ടു. കാമാത്മജം തം ഭുവനേക സുന്ദരം. ആരാ കാമൻ? പ്രദ്യുമ്നൻ. അവൻ്റെ ആത്മജൻ പ്രദ്യുമ്നൻ്റെ പുത്രൻ അനിരുദ്ധൻ. കാമദേവൻ്റെ അവതാരമാണ് പ്രദ്യുമ്നതാണ്. കാമാത്മജം തം ഭുവനേക സുന്ദരം. ഭുവനേക സുന്ദരം കാമാത്മജം തം വീക്ഷ്യ. ലോകസുന്ദരനും കാമദേവൻ്റെ പുത്രനായ അനിരുദ്ധനെ കണ്ട് അത്ഭുതപ്പെട്ടു ബാണൻ. ഇത്രയും നല്ലൊരു ആള്. അതുകൊണ്ട് ഇപ്പം അന്തഃപുരത്തിൽ കയറി വന്ന് അക്രമം പ്രവർത്തിച്ചാൽ കണ്ടു നിൽക്കാൻ പറ്റുമോ? ആൾ നല്ലതാണ് പറഞ്ഞിട്ട് ചെയ്യേണ്ടതാണോ അപ്പം അയാൾ ചെയ്തത്? ഫസ്റ്റിലായി ബാലൻ്റെ കൊട്ടാരത്തിൽ വന്ന് സ്ത്രീയുടെ അന്തഃപുരത്തിൽ കയറിയിരുന്നിട്ട് കൂടുക, അത് സമ്മതിക്കാൻ പറ്റില്ല. കുറച്ച് ചില സൈന്യങ്ങളെയൊക്കെ അയച്ചു. അനിരുദ്ധനെ ബന്ധനത്തിലാക്കി തടവ് ഇവിടെ ചെയ്യണം. ഹനുമാനെ ബന്ധിച്ച് കൊടുന്ന് ചോദ്യം ചെയ്ത പോലെ താനാരാണ്, എന്താണ് ഇവിടെ വരാൻ കാരണം എന്നൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ബാണൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് സൈന്യങ്ങളൊക്കെ ഉണ്ട് ചെന്ന് പിടിച്ച് കെട്ടാൻ ചെന്നപ്പോൾ സിനിമയിൽ കാണിക്കണ പോലെ ഇടത്തെ കൈ കൊണ്ട് ഒരു കുടച്ചിൽ കുടഞ്ഞപ്പോൾ ആൾക്കാരെ കഥ പോയിട്ട് വീണു. വലത്തെ കൈ കൊണ്ട് കുടച്ചിൽ കുടഞ്ഞപ്പോൾ അവർ കണ്ട് വീണു. രണ്ട് കൈയും കൂട്ടി മുമ്പിലേക്ക് ആക്കിയപ്പോൾ അതാ മുമ്പിൽ നിൽക്കുന്നവരും മറിഞ്ഞു വീണു. ഇതൊക്കെ ബാണം കാണുന്നുണ്ടേ. ആള് ചില്ലറക്കാരനല്ല, കാണാനല്ല നല്ലതുള്ളൂ അല്ലേ, ശക്തനാണ്. അപ്പം കുറേയും കൂടി സൈന്യത്തെ വിന്യസിച്ചു. അതിന് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, രാജകൊട്ടാരല്ലേ. എല്ലാവരും ചേർന്ന് അനിരുദ്ധനെ ബന്ധിച്ചു. വിടവാ, എന്നെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ബന്ധനത്തിലാക്കി അവിടെ കിടത്തി. നാരദൻ ഈ വിവരം വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ഈ 16,108 പത്നികൾ അവരിലൊക്കെ 10 പുത്രന്മാരെ ജനിപ്പിച്ചാൽ മതിയോ? പിന്നെ എന്ത് വേണമെന്നപ്പം നാരദ അങ്ങ് പറയണം. അവരെ എല്ലാവരും ഈ ദ്വാരകയിലുണ്ടോ എന്ന് കൃഷ്ണൻ അറിയോ? എന്താ നാരദ അങ്ങ് ഉദ്ദേശിക്കുന്നൊന്നും മനസ്സിലാവണില്ല. അതെന്നെ കുഴപ്പം. ഇതൊക്കെ അറിയണ്ടേ കൃഷ്ണ? ഈ അനിരുദ്ധൻ എവിടെയാണെന്നൊന്ന് നോക്കൂ, നിങ്ങൾ വിളിക്കൂ, ഒരു കാര്യമുണ്ട്. അനിരുദ്ധ എന്ന് വിളിച്ച് നോക്കുമ്പോൾ അനിരുദ്ധനെ അവിടെ ഇല്ല. ചിലരൊക്കെ അപ്പളാണ് പറഞ്ഞ 2 ദിവസമായിട്ട് അനിരുദ്ധനെ കാണാനില്ല കൃഷ്ണ. അനിരുദ്ധനെ കാണാനില്ലെന്നോ? അതെ, പ്രദ്യുമ്നൻ ജനിച്ച ഉടനെ കാണാനില്ലാണ്ട് ഇതാ ഒരുവിധം ശമ്പരാസുരനെ കൊന്നിട്ടാണ് തിരിച്ച് കിട്ടിയത് കൊണ്ടുവന്നത്. ഇതാ അപ്പോൾ വീണ്ടും കാണാനില്ല. അത് വലിയ ആളാണല്ലോ അനിരുദ്ധൻ. ബട്ട് അപ്പം എന്താ കുഴപ്പം പറ്റിയേ? ഇപ്രകാരം ചിന്തിച്ചിരിക്കേ നാരദൻ പറഞ്ഞു, കൃഷ്ണ അന്വേഷിക്കൊന്നും വേണ്ട, ഒറ്റ സ്ഥലത്ത് അന്വേഷിച്ചാൽ മതി. എവിടെയാ? ബാണൻ്റെ കൊട്ടാരത്തിലാണ് അനിരുദ്ധൻ. അവിടെ കുറച്ച് കഷ്ടത്തിലാണ് ബന്ധനത്തിലിട്ടിരിക്കുന്നു ബാണൻ. അത്രയ്ക്കായോ ബാണൻ? തൻ്റെ പൗത്രനെ ബന്ധിക്കാൻ മാത്രം സൈന്യങ്ങളെ സമാഹരിച്ച് കൃഷ്ണൻ അങ്ങോട്ട് പോയി. അവിടെ ആരാണ് കാവൽക്കാരൻ? ശിവനാണ്. ബാണൻ ശിവഭക്തനാണ്. എപ്പോഴും നമശിവായ 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 ചൊല്ലി ശിവനെ ഭജിക്കും. ശിവൻ പിന്നെ സന്തോഷിക്കാണ്ടിരിക്കും. അങ്ങനെ ഒരു ഭക്തൻ തന്നെ വിളിച്ചാൽ സന്തോഷിച്ച് കൊട്ടാരത്തിൽ കാവൽക്കാരനായിട്ട് നിന്നു ശിവൻ. ഇവർക്കൊക്കെ എന്ത് രീതിയിൽ താഴാനും ഭക്തന്മാരോട് ഇഷ്ടാത്രേ. അങ്ങനൊരു മനോഭാവമുണ്ട്. ശിവൻ്റെ ഭക്തവാത്സല്യം, വിഷ്ണുവിൻ്റെ മഹാബലിയുടെ കൊട്ടാരം കാത്തിട്ട് കൃഷ്ണൻ നിന്നു. ഭക്തന്മാർക്ക് എന്തും ചെയ്യും ഭഗവാൻ എന്നാണ്. ഈ ശിവനെ ഭരിച്ച് ഒരുപാട് ഭരിച്ചപ്പോൾ ശിവൻ കുറച്ച് കൈകൾ കൊടുത്തു ഈ ബാണന്. 1000 കൈകൾ. ഈ 1000 കൈകളെ കൊണ്ട് ചില വാദ്യങ്ങൾ കൊട്ടി ഭഗവാനെ ഭജിച്ചതുകൊണ്ട് വീണ്ടും ബാണനിൽ കനിയാൻ നിൽക്കുകയാണ് ശിവൻ. ഇനി എന്ത് വരാ കൊടുക്കുക നിശ്ചയില്ല. ഒരു ദിവസം ചോദിച്ചു, എന്താ ബാണ, തനിക്ക് വല്ല വരവും വേണോ?
എനിക്കിപ്പോൾ ഈ 1000 കൈകൾ ഒരു വലിയ ഭാരമായിരിക്കണു ഭഗവാനെ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശക്തി കൂടിക്കഴിഞ്ഞാൽ ഈ കൈകൾ ശക്തി സ്വാധീനം കൂടുതലുണ്ടെച്ചാൽ എന്തെങ്കിലുമൊക്കെ വിക്രസടിക്കുക എന്ന് പറയും നമ്മൾ. ഈ പർവ്വതങ്ങളെ ഞാൻ എൻ്റെ കൈകൊണ്ട് കുത്തി പറിച്ചിടിച്ച് താഴ്ത്തി നിരത്തുക. അതിൻ്റെ പണി വേണ്ടേ കൈകൾക്ക്? JCB കൊണ്ട് ചെയ്യണ പണിയൊക്കെ എന്ന് നമ്മൾ ചെയ്യണ പണി ബാണൻ തൻ്റെ കൈകളെ കൊണ്ട് ചെയ്തു എന്നാണ്. പർവ്വതങ്ങളും കുന്നുകളും മലകളൊക്കെ ഇട്ടിച്ച് നിരത്തുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു യുദ്ധത്തിനൊരാൾ വേണം. അപ്പം അതാ വേണ്ടത്. ഈ കൈകൾ എവിടെയെങ്കിലും പ്രയോഗിക്കണ്ടേ? അതിനിപ്പോൾ അങ്ങേ മാത്രമേ എനിക്ക് സമനായിട്ട് കാണുന്നുള്ളൂ. ശിവനോടാ പറയണതേ. ഒരൊറ്റ സംഹാരം കൊണ്ട് ഈ ലോകം മുഴുവൻ സംഹരിക്കണമല്ലേ? ഒറ്റ നിശ്വാസം കൊണ്ട് മതിയെന്നാണ്. എന്നൊരു ഹുങ്കാരം കൊണ്ട് പ്രപഞ്ചത്തെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള ശിവനോട് പറഞ്ഞു, എനിക്ക് അങ്ങയോട് യുദ്ധം ചെയ്യണം എന്നൊരാഗ്രഹം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നോട് വേണ്ടാന്ന് വയ്ക്കുക നല്ലത്. കാരണം തൻ്റെ നാമം ചോദിച്ച ആളെ താൻ തന്നെ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ശിവനൊരൊറ്റ ഹുങ്കാരം കൊണ്ട് ബാണനെ അനിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, തന്നെ ഭജിച്ചൊരു ഭക്തനെ താൻ കൊല്ലില്ല. എന്താ അവരുടെ ഭക്തവാത്സല്യം നയവും ആലോചിച്ച് നോക്കൂ. എന്നേക്കാൾ കേമനായിട്ടൊരാളെ നിനക്ക് യുദ്ധത്തിന് കിട്ടും, പോരെ? അത് മതി, അത് മതി. അന്ന് അങ്ങയുടെ കൊടിമരം പൊട്ടി വീഴും. അതാണ് അടയാളം. ഒന്ന് ഒരുങ്ങാം. കൊടിമരം പൊട്ടി വീണാൽ തീർച്ചയാക്കാം തനിക്ക് പറ്റിയ ശത്രുവിനെ എതിരാളി കിട്ടി. എല്ലാ ദിവസവും കൊടിമരം പൊട്ടി വീണില്ല. ഒരു ദിവസം അതാ കൊടിമരം പൊട്ടി വീണു. ഇന്നെൻ്റെ കൈത്തിരിപ്പ് തീർക്കാമല്ലോ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കൊടിമരം പൊട്ടി വീണ ദിവസം തനിക്ക് യുദ്ധം ചെയ്യാൻ ആളെ കിട്ടും. ആ ഒരു സന്ദർഭത്തിലാണ് കൃഷ്ണൻ സൈന്യസമേതം ബാണൻ്റെ കൊട്ടാരത്തിൽ വന്ന് കാവൽക്കാരനായിട്ടടാ ശിവൻ നിൽക്കണു. കൃഷ്ണ എന്താ ഇവിടെ ചോദിച്ചു. പരമേശ്വരൻ ചോദിച്ചു, കൃഷ്ണൻ ചോദിച്ചു, അങ്ങിപ്പോൾ എന്താ ഇവിടെ? ഞാനെൻ്റെ ഭക്തനെ കാക്കാനാണ്. അഭിമാനത്തോടു കൂട്ടിയ ഭഗവാൻ, എൻ്റെ ഭക്തനെ കാക്കാൻ ഞാൻ ഇവിടെ അല്ലാണ്ട് എവിടെ നിൽക്കുക? കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പൗത്രനുണ്ട് ഇവിടെ. ആ പൗത്രനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കണം. അപ്പോൾ കൃഷ്ണൻ ബാണനോട് യുദ്ധത്തിനാണോ? താൻ വേണം എന്നൊന്നും എനിക്കില്ല, അല്ലാണ്ട് തരികയെന്ന് വെച്ചാൽ ഞാൻ യുദ്ധം ചെയ്യില്ല. എന്തായാലും മകനെ വേണം, പൗത്രനെ വേണം. പേരക്കുട്ടിയും കൊണ്ടേ പോകുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ അന്വേഷിച്ചു ശിവൻ, ഭഗവാന്റെ പൗത്രൻ ഇവിടെ ഉണ്ടോ? ഭഗവാന്റെ പൗത്രൻ ആണ് എന്നറിയില്ല. ഒരാൾ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ വന്നു കൂടിയുണ്ട്. അയാൾക്ക് വേണ്ട വിധത്തിലുള്ള സൽക്കാരം കൊടുത്തിട്ടുമുണ്ട്. എന്താ സൽക്കാരം? ബന്ധനേ. കയ്യും കാലൊക്കെ കെട്ടിയിട്ട് ബന്ധനത്തിലിടാതാ കൊടുത്ത സൽക്കാരവും സ്വീകരണവും. അപ്പം തീർച്ചയായും യുദ്ധം വേണ്ടി വരും. എന്താ അനിരുദ്ധനെ അങ്ങനെ ചെയ്യാൻ കാരണം പറഞ്ഞു കൊടുത്തു. ഷഡന്തപുരത്തിൽ കയറി അരുതാത്തത് ചെയ്തു, അത് തന്നെ. അപ്പോൾ ഉറപ്പാണ് എന്ത്? യുദ്ധം ഉണ്ടാവും. കൃഷ്ണ അങ്ങനെയൊക്കെയാണല്ലോ കാര്യം. യുദ്ധം വേണ്ടി വരും എന്നാണ് ഇപ്പം തോന്നണം. ആയിക്കോട്ടെ എന്നേ, ഞാനിപ്പോൾ സൈന്യത്തിനെ കൊടുക്കുന്നുണ്ട്, അങ്ങ് തയ്യാറല്ലേ? ഞാൻ അതിനൊന്നും ഇപ്പോഴും തയ്യാറാണ്. എന്നാൽ തുടങ്ങല്ലേ? ഗംഭീര യുദ്ധം. എൻ്റെ ഭക്തനെ തൊടണമെങ്കിൽ എന്നെ തോൽപ്പിച്ചിട്ട് വേണം. അത് ഇനി ബാണൻ എന്ത് തെറ്റ് ചെയ്താലും ഭക്തൻ തെറ്റ് ചെയ്തോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പണി എന്താ? കൊട്ടാരം കാവൽക്കാരനെ സെക്യൂരിറ്റിയുടെ പണി ചെയ്യണ്ടേ? അതുകൊണ്ട് യുദ്ധം ചെയ്യാണ്ട് അങ്ങയുടെ പൗത്രനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നായി പരമേശ്വരൻ. അങ്ങനെ യുദ്ധം ഭൃത്യം അസ്ത്രം പ്രത്യസ്ത്രം നാഗാസ്ത്രത്തിലെ ഗരുഡാസ്ത്രം കൊണ്ട് വായുവ്യത്തിനെ ആഗ്നേയാസ്ത്രം കൊണ്ട് അതിഗംഭീര യുദ്ധം. കൃഷ്ണനും ശിവനും തുല്യ ശക്തിയാണ്. ചെറിയ യുദ്ധമാവുമോ അത്? ആയുധങ്ങളങ്ങനെ കൂട്ടിമുട്ടി അഗ്നി സ്ഫുലിംഗങ്ങളങ്ങനെ പരന്നു, ഭൂമി കുലുങ്ങി കിടുകിടാ വിറച്ചു. ഈശ്വര, ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ എന്ന് ഒരുപാട് ആൾ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ലോകം മുഴുവപ്പോൾ നശിക്കും എന്നാണ് തോന്നണത്. എല്ലാം കഴിഞ്ഞതായിട്ട് സമയത്ത് അവസാനം ബാണൻ അവിടെ ഭഗവാൻ ശിവജ്വരവും വിഷ്ണുജ്വരവും തമ്മിൽ ഏറ്റുമുട്ടി. ശിവജ്വരത്തെ ശിവൻ അയച്ചപ്പോൾ വിഷ്ണുജ്വരത്തെ വിഷ്ണു അയച്ചു. രണ്ട് ജ്വരങ്ങളും കൂട്ടിമുട്ടിയപ്പോഴോ വിഷ്ണു ജ്വരം ജയിച്ചു, ശിവജ്വരം തോറ്റു. ജ്വരം എന്ന് പറഞ്ഞാൽ പനിയുടെ അത്യധികമുള്ള പനിയുടെ ദേവതയാണ് ജ്വരം, ജ്വരദേവത. ശിവജ്വരം തോറ്റു.
വിഷ്ണുജ്വരത്തെ സ്തുതിക്കുകയാണ്. നമാമിത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം വിശ്വോത്പത്തിസ്ഥാനതന്ഡോദഹേതും എത്ത ബ്രഹ്മലിംഗം പ്രശാന്തം. അനന്തശക്തിയോടുകൂടിയിരിക്കുന്നതും മായാബന്ധമില്ലാത്തതും സർവാത്മാവായിരിക്കുന്ന ജ്ഞാനസ്വരൂപിയുമായ ലോകത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതിലയം മുതലായിടത്തിന് കാരണമായ ബ്രഹ്മം തന്നെയായ വിഷ്ണുചരത്തെ നമസ്കരിക്കുന്നു. കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ. കാലം ദൈവം, കർമ്മം, ജീവൻ, സ്വഭാവം, ദ്രവ്യം, കൃഷിസ്ഥലം മുതലായിട്ടുള്ളതെല്ലാം സർവേശ്വര അവിടുന്നല്ലേ. പല ലീലകളെ കൊണ്ട് സജ്ജനങ്ങളെ രക്ഷിച്ചിട്ടും ദുർജനങ്ങളെ ശിക്ഷിച്ചിട്ടും ഭൂമിഭാരത്തെ തീർക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ശിവജ്വരം പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ ഈ വിഷ്ണുജ്വരത്തെ ഉപസംഹരിക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്. ദയവ് ചെയ്ത് അങ്ങ് ഒതുങ്ങണം. അങ്ങയുടെ ചൂട് കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. തപ്തോഹം തേ തേജസ ദുസ്സഹേന. ദുസ്സഹമായിട്ടുള്ള തേജസ്സിനെ ഒതുക്കി തരയണമേ. അപ്പോൾ വിഷ്ണുജ്വരം പിൻവലിക്കപ്പെട്ടു. ബാണൻ്റെ 1000 കൈകളിൽ 4 നിർത്തി ബാക്കിയെല്ലാം വിഷ്ണു ഛേദിച്ചു. 1000 കൈകളാണല്ലോ. അപ്പോഴും പരമേശ്വരൻ എന്താ പറയണ? കൃഷ്ണാവനെ കൊല്ലരുത്. എൻ്റെ 4 നാമം ജപിച്ചിട്ടുള്ള ഒരാൾ കൃഷ്ണനാൽ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണനും ചീത്തപ്പേരാണ്, എനിക്കും ചീത്തപ്പേരാണ്. അവനെ വധ്യനല്ല. അഹങ്കാരങ്ങൾ. ഭഗവാൻ പറഞ്ഞു, പരമേശ്വര നമ്മൾ രണ്ടല്ലോ എന്ന് പറയാണ്. നമ്മൾ രണ്ടല്ലാത്തടത്തോളം കാലം നമ്മുടെ ഭക്തന്മാർ രണ്ടാവുമോ? ശിവഭക്തൻ വിഷ്ണു ഭക്തൻ എന്ന് രണ്ടായി ഒരിക്കലും കാണരുത്. അത് ഭാഗവതത്തിൽ എത്രയോ സ്ഥലത്ത് പറയേണ്ടതാ. ഇവിടെയും പറഞ്ഞു, അങ്ങും ഞാനും ഒന്നല്ലേ. നമ്മുടെ ഭക്തന്മാരെ എങ്ങനെ രണ്ടാവും? പ്രഹ്ലാദൻ്റെ വംശത്തിൽപ്പെട്ട ഒരാളെയും വധിക്കില്ല എന്ന് അന്ന് ഞാൻ പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട്, വാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ കൊല്ലൊന്നുമില്ല. പിന്നെ ഈ 2 നാമം ചോദിക്കുമ്പോൾ അങ്ങേക്കൊരു കുഴപ്പം എന്താ അറിയോ? ശിവന് വരം ഇഷ്ടം പോലെ കൊടുക്കും. അതുകൊണ്ട് അപകടമാവും. രക്ഷിക്കാൻ ആര് വേണം? വിഷ്ണു വേണാനും. ഈ 4 കൈയൊക്കെ മതി. ഇനി കൊട്ടലോ പാടലോ ഈശ്വരസേവയൊക്കെ 4 കൈ കൊണ്ടൊക്കെ മതി. 996 കൈകൾ ഛേദിച്ചു. എന്താണ് സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം? 4 കൈകൾ എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നേടാനുള്ള ഇപ്പോൾ കർമ്മം. കൈകൾ കർമ്മത്തിനെയാണ് കാണിക്കുന്നത്. കൈകൾ കർമ്മമാണല്ലോ. അതാവാം, അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അധികമായ കർമ്മബന്ധങ്ങൾ ഉപദ്രവം സൃഷ്ടിക്കും. ഞാൻ അവിടുത്തെ സെക്രട്ടറിയാണ്, അവിടുത്തെ പ്രസിഡൻ്റാണ്, വേറൊരുത്തിൽ ചെയർമാനാണ്, വേറൊരുത്തിൽ മെമ്പറാണ്, വേറൊരുത്തിൽ പ്രസിഡൻ്റാണ്, MLA ആണ്. ഇതൊക്കെ കൂടിയായിട്ട് ആയി തീരുമ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെ ആവുമ്പോഴേ. അപ്പം അങ്ങനെ വേണ്ട. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒന്നിലോ ഒരു പ്രസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പെരുമാറുക, അത് നേരെ കൊണ്ടു നടത്തുക എന്നല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ തലയിട്ടാൽ ഈ കർമ്മം അധികമാവും. കർമ്മവും കർമാസക്തി അധികമായാൽ ഈശ്വര വിഷയത്തിലും ഭക്തിയിലും പ്രവർത്തിക്കാൻ പറ്റില്ല. മുക്തിക്കും ഭക്തിക്കും അത് തടസ്സമാവും. ആകയാൽ കഴിയുന്നത്ര കുറച്ച് മാത്രം കർമ്മത്തിലേർപ്പെടുക. കൂടുതൽ തലയിടൽ കുറയ്ക്കുക. എല്ലാ മീറ്റിങ്ങിനും പോകണം, എല്ലാ വിവാഹത്തിനും പോകണം. നമ്മൾ പോവാതെ ഇരിക്കുന്ന നടക്കണ വിവാഹങ്ങൾ നടന്നോട്ടെ, നമ്മൾ പോകാണ്ട് നടന്നോട്ടെ. ഒഴിവാക്കാൻ പറ്റാത്തതിന് പോവുക. അല്ലാത്തതെന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ഒഴുകി. ഒരു ഏജ് ആയാൽ 60 65 കഴിഞ്ഞാൽ കുറേശ്ശെ പിന്മാറി നിൽക്കണം. രാമനാമം ജയിക്കുക, ഈശ്വരനിൽ ലയിക്കുക, പുറത്തേക്കുള്ള കാര്യങ്ങൾ കുറയ്ക്കുക, അകത്തിരുന്ന് ഈശ്വരനെ ഭജിക്കുക. അങ്ങനെയൊക്കെ ഒരു ഭാവം. കുറച്ച് ഏജായി കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം. കർമ്മബന്ധങ്ങളും കർമ്മങ്ങളുടെ ആധിക്യം ഈശ്വരഭക്തി യോഗത്തിന് വിരോധമാണ്. ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ശരീരം രക്ഷിക്കണം, അത്യാവശ്യ കാര്യങ്ങൾ വേണം. അധികമായ കെട്ടുപാടുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ. എന്നാലോ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും പുരുഷാർത്ഥങ്ങൾക്കായി ഉള്ള കർമ്മങ്ങൾ ചെയ്യണം. അതാണ് 4 കൈ അവശേഷിപ്പിച്ചത്. അത് വേണം. 4 കൈ അവശേഷിപ്പിച്ചു, ബാക്കി കർമ്മങ്ങളെ ഒഴിവാക്കി. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ള തത്വം, ബാണയുദ്ധം കഥയെന്ന്. ഈ ബ്രഹ്മവിജയം, ശങ്കരൻ്റെയും കൃഷ്ണൻ്റെയും ആയിട്ടതായ വിജയം കഥ, ബാണയുദ്ധം. ഏതൊരാൾ പ്രാതസ്മരം
ആയിട്ട് സ്മരിക്കുന്നുവോ പ്രഭാതത്തിൽ അവർക്ക് വിജയം ഉണ്ടാവും, പരാജയ ഭീതി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഏവം കൃഷ്ണവിജയം ശങ്കരേണ സംയുഗം. ശ്രീകൃഷ്ണൻ്റെ വിജയമാണ് ശിവനുമായിട്ടുള്ള യുദ്ധത്തിൽ. പരാജയബോധം അവർക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും മത്സരങ്ങൾ വരിക, ആരുമായിട്ടെങ്കിലും മുട്ടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പരാജയഭീതി, കേസ് നമുക്ക് അനുകൂലമായിട്ട് ധർമ്മത്തിലുള്ളൊരു കേസ് ആണെന്ന് കൂട്ടുക. നമുക്ക് കിട്ടേണ്ട ഭാഗം കിട്ടാത്തൊരു കേസ് കൊടുക്കേണ്ടി വന്നാൽ ആ കേസിലുള്ള വിജയം ഉണ്ടാവാൻ, നമ്മൾ വിജയിക്കാൻ ന്യായമാവണം, അധർമ്മ കളവും ആവരുത്. അപ്പം അതിലുള്ള കേസിൽ വിജയം ഉണ്ടാവാൻ. അപ്പോൾ പൊതുവേ ഈ ബാണയുദ്ധം കഥ വിജയം പരാജയത്തിന് എന്തിനെങ്കിലും എതിർത്ത് ജയിക്കേണ്ടവർക്ക്, ധർമ്മമാർഗത്തിലുള്ള എതിർപ്പിനെ നമ്മൾക്ക് ജയിക്കാൻ നന്ന് എന്ന് ബാണയുദ്ധം, കൃഷ്ണനാട്ടമുണ്ട്. അത് ആ കഥ കൃഷ്ണനാട്ടം കളിച്ചാൽ വിജയം ഉണ്ടാവും, പരാജയഭീതി ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. ഓം കാഹേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.